ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയെത്തിയ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു സംഘടിപ്പിച്ച വിരുന്നിൽ പങ്കെടുത്തവരെ ഞെട്ടിച്ചു കളഞ്ഞു. തൻ്റേത് ഇന്ത്യൻ DNA എന്ന് പരിശോധനയിൽ തെളിഞ്ഞുവെന്നാണ് സുബിയാന്തോ വെളിപ്പെടുത്തിയത്. ഇന്തോനേഷ്യയും ഇന്ത്യയുമായി ആഴത്തിലുള്ള നാഗരിക ബന്ധമുണ്ടെന്നും ഇന്തോനേഷ്യയിലെ പല പേരുകളും സംസ്കൃതത്തിൽ നിന്നുമാണ് വന്നതെന്നുമൊക്കെ സുബിയാന്തോ സദസ്സിന് മുന്നിൽ വെളിപ്പെടുത്തിയപ്പോൾ വ്യക്തമായത് ഇന്തോനേഷ്യ വരെ പടർന്നു കിടക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മഹത്വമാണ്. സുബിയാന്തോ പറഞ്ഞത് ഇങ്ങനെയാണ്: കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ ജനിതക ക്രമപ്പെടുത്തൽ പരിശോധന നടത്തിയിരുന്നു. തൻ്റേത് ഇന്ത്യൻ DNA ആണെന്നാണ് പരിശോധിച്ച അധികൃതർ പറഞ്ഞത്. ഇന്ത്യൻ സംഗീതം കേൾക്കുമ്പോൾ താൻ നൃത്തം ചെയ്യാൻ തുടങ്ങുമെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തനിക്ക് ഈ ഒരു വെളിപ്പെടുത്തലിൽ പുതുതായൊന്നും തോന്നിയില്ല എന്നും സുബിയാന്തോ പറയുന്നു. Our genetics, I would like to report to the President, Prime Minister and Vice President, distinguished friends, a few weeks ago I had my genetic sequencing test and my DNA test, and they tell me that I have Indian DNA. So and everybody knows when I hear Indian music, I start dancing. So, it must be part of my makeup. So, ദാരിദ്ര്യം ലഘൂകരിക്കുന്നതിനും വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംരംഭങ്ങളെയും സുബിയാന്തോ അഭിനന്ദിച്ചിരുന്നു. താൻ ഇന്ത്യയിൽ വന്നിട്ട് 3-4 ദിവസമായെന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലും പരിപാടികളിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പ്രതിബദ്ധതയിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായതായും സുബിയാന്തോ പറയുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സഹായിക്കാനും സമൂഹത്തിൽ ഏറ്റവും ദുർബലരെ സഹായിക്കാനുമുള്ള മോദിയുടെ പ്രതിബദ്ധത ഇന്തോനേഷ്യയ്ക്ക് പ്രചോദനമാണെന്നും സുബിയാന്തോ കൂട്ടിച്ചേർത്തു. സുബിയാന്തോയുടെ ഈ സന്ദർശനത്തിനിടയിൽ ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ ആരോഗ്യ, പരമ്പരാഗത വൈദ്യശാസ്ത്രം, സമുദ്ര സുരക്ഷ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ 5 പ്രധാന കരാറുകളിലാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവും ഇന്തോനേഷ്യയിലെ ആരോഗ്യ മന്ത്രാലയവും തമ്മിലുള്ള കരാർ ഒപ്പുവെച്ചു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും ഇന്തോനേഷ്യയുടെ ബംഗലയ്ക്കുമിടയിൽ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്ന കരാർ പുതുക്കി. പരമ്പരാഗത മരുന്നിൻ്റെ ഗുണനിലവാര ഉറപ്പിനായിട്ട് ഇന്ത്യൻ മെഡിസിനും ഹോമിയോപ്പതിക്കുമുള്ള ഫാർമക്കോപ്പിയ കമ്മീഷനും ഇന്തോനേഷ്യയുടെ ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയും തമ്മിലും കരാർ ഒപ്പിട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനുള്ള ഇന്തോനേഷ്യയുടെ നീക്കങ്ങൾ ഈ വരവോടെ അന്തിമഘട്ടത്തിലേക്കായിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് മിസൈലുകൾ ഇന്തോനേഷ്യ വാങ്ങുക. ഇന്ത്യൻ നിർമ്മിത ബ്രഹ്മോസ് മിസൈലുകൾ അങ്ങനെ ഇന്തോനേഷ്യൻ സമുദ്ര സേനയുടെ ശക്തിയാകും. മിസൈലുകൾ വാങ്ങാനായി പലിശ കുറഞ്ഞ വായ്പ ഇന്ത്യ ഇന്തോനേഷ്യയ്ക്ക് അനുവദിക്കും. രാജ്യത്തെ SBI അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രധാന പൊതുമേഖലാ സ്ഥാപനവുമായിട്ടായിരിക്കും ഈ വായ്പാ കരാർ ഇന്തോനേഷ്യ ഉണ്ടാക്കുക. അതോടെ ആയിരക്കണക്കിന് കോടിയുടെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ സ്വന്തമാക്കുന്ന ഒരു രാജ്യമായി ഇന്തോനേഷ്യ മാറുകയും ചെയ്യും. ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രകാരം കുറഞ്ഞ തവണകളായി കുറഞ്ഞ പലിശയിൽ അടച്ചാൽ മതി ഈ ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന തുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി എടുത്തു പറഞ്ഞ് ഇന്ത്യയുടെ മനസ്സിൽ കയറിപ്പറ്റിയിരിക്കുകയാണ് ഇന്തോനേഷ്യയും അതിൻ്റെ പ്രസിഡന്റ് സുബിയാന്തോയും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.